ഞാൻ ഇന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ റിസർച്ച് നടത്തുന്ന ഒരു വിഷയമാണ് കേട്ടോ. ഒരുപാട് പേരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒരുപാട് വായിക്കുകയും അറിയാനൊക്കെ ശ്രമിക്കുന്ന ഒരു ടോപ്പിക്കാണ് റൈറ്റ്സ് ഓഫ് ദി വിമൻ ഇൻ ഇസ്ലാം എന്നുള്ളത്. ഓക്കെ. ഞാനത് പഠിക്കും തോറും എൻ്റെ ബിലീവ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു റിസർച്ചാണ് ഈ ടോപ്പിക്കിലുള്ള എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്. ഞാൻ വളരെ കുറച്ച് പോയിന്റ്സാണ് ഞാൻ അവിടെ പറയാൻ വിചാരിക്കുന്നുള്ളൂ. അതിൻ്റെ വലിയ വലിയ മേഖലകളിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സിനെ ഞാൻ കളക്ട് ചെയ്തിട്ട് ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ വേണ്ടി വിചാരിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഈക്വാലിറ്റി ഇൻ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ലൈഫാണ്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിമണിനും മെന്നിനും ഈക്വൽ റൈറ്റ്സ് ആണ് ഇസ്ലാം തന്നിട്ടുള്ളത്. അത് മേ ബി ചില രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇമാമായി നിൽക്കുന്നതിലും അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് വിശ്വാസ രീതിയിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നുള്ളതിൽ വിമണിനും മെന്നിനും സെയിം റൈറ്റ് ആണ് ഉള്ളത്. വിമണിനും മെന്നിനും ഒരേ രീതിയിൽ അതിൽ വേർഷിപ്പ് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ഇസ്ലാം നൽകി. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റൈറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. നമ്മൾ പല രീതിയിലും പല ആളുകൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ വിദ്യാഭ്യാസവും എഡ്യൂക്കേഷൻ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഇസ്ലാം നിർബന്ധിക്കുന്നുണ്ട്. ഇസ്ലാം ഏറ്റവും കൂടുതൽ അറിവ് നേടാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റിലീജിയനാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. സ്ത്രീ കുറച്ച് പഠിച്ചാൽ മതി, മെന്ന് കൂടുതൽ പഠിക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. അതിനുള്ള റൈറ്റ് സ്ത്രീക്ക് മുഴുവനായിട്ടും ഇസ്ലാം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ റൈറ്റ് ആണ്. ഒരു സ്ത്രീക്ക് അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് അധ്വാനിക്കാനും സമ്പാദിക്കാനും ഒക്കെ ഉള്ള റൈറ്റ് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇത് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. പലരും ഇത് കേൾക്കുമ്പോൾ അല്ല എന്നൊക്കെയുള്ള തോട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് അധ്വാനിക്കാനും ഏൺ ചെയ്യാനും അതിനുള്ള മണി മറ്റാൾക്കും ഷെയർ ചെയ്യാതെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആക്ച്വലി അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നിർബന്ധമായ ഒരു ഉത്തരവാദിത്തമല്ല. ഓക്കെ, സ്ത്രീകൾക്ക് അത് നിർബന്ധമല്ല. അവളുടെ ഫാമിലിയെ നമ്മൾ ഫീഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോഴൊക്കെ സ്ത്രീക്ക് അത് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്കത് പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാ ടൈമിലും ഫാമിലിയെ പുറത്ത് പോയി വർക്ക് ചെയ്ത് അവരെ ഫീഡ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നമുക്ക് പോസിബിളായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ മേലെ ആ ഒരു നിർബന്ധം നമുക്ക് ഇസ്ലാം നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളടുത്ത് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മണി നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഇഷ്ടപ്രകാരം സ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് ആരുമായിട്ടും ഈവൻ ഹസ്ബൻഡുമായിട്ടും ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാരിറ്റൽ ആൻഡ് ഫാമിലി റൈറ്റ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനുള്ള എല്ലാവിധ അവകാശവും ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. പാരൻസിന് നമ്മളുടെ മുകളിൽ ആ ഒരു അവരുടെ ഇഷ്ടം അടിച്ചമർത്തി നമ്മളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു റൈറ്റും അവർക്കില്ല. അത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. നമുക്കൊരാൾ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സമ്മതപ്രകാരമായിരിക്കണം, നമ്മളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മുടെ പാരൻസിന് ഇഷ്ടമില്ല എന്നുള്ളത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ഇസ്ലാമികപരമായ കാരണങ്ങളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിയിലും എന്താ പറയുക, നമ്മൾ ഫൈൻഡ് ചെയ്ത പാർട്ട്ണറിന് പണമില്ല, അല്ലെങ്കിൽ അവർ നമ്മളുടെ അത്ര ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും പറഞ്ഞിട്ട് അവർക്ക് ആ എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നമ്മളുടെ ഇഷ്ടത്തിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് കൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിമൺ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മളെ നിർബന്ധിക്കൽ എന്ന് വെച്ചാൽ പാരൻസ് അവർക്ക് ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കാൻ നമ്മളെ നിർബന്ധിക്കൽ ഹറാമാണ്. അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള എല്ലാവിധ അവകാശവും ഇസ്ലാം നമുക്ക് നൽകും. വർക്ക് ആൻഡ് ലീഡർഷിപ്പ് നെക്സ്റ്റ് പോയിന്റ് അതാണ്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം പോലെ ഞാനത് പറയാമെന്ന് വിചാരിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഖദീജ ബീവിയുടെ ലൈഫും അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ലൈഫൊക്കെ നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്.
ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ് വുമൺ ആയിരുന്നു. അവർ റസൂലിൻ്റെ നുബൂവത്തിന് ശേഷം എന്ന് വെച്ചാൽ പ്രൊഫറ്റ് ആയതിനു ശേഷവും അവർ ആ തൊഴിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വൈഡ്ലി ഡോക്യുമെന്റഡ് അല്ല എന്ന് മാത്രം. പക്ഷെ അത് ചെയ്തിട്ടുണ്ട്. നമുക്കത് ചെയ്യുന്നതിൽ നമ്മൾ സ്ത്രീകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. അപ്പം നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ അതിനുണ്ട്. അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ റെഫർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത്. കാരണം ഞാൻ ചെയ്യുന്നത് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അവരുടെ ലൈഫ് പഠിക്കാനും അറിയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് അനുസരിച്ചിട്ട് ഞാൻ ഇപ്പോഴും അത് തന്നെയാണെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷേ എൻ്റെ അറിവിൽ അനുസരിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് പുറത്ത് തൊഴിൽ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് പ്രശ്നങ്ങളുള്ളതല്ല. പിന്നെ ആയിഷ ബീവിയുടെ ലൈഫും അതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അറിവിനെ കുറിച്ചിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹദീസും കാര്യങ്ങളൊക്കെ അവരിൽ നിന്നാണ് നമ്മൾ വിമൻസിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് 2 എക്സാമ്പിൾ ഞാനിവിടെ പറയാൻ വിചാരിച്ചതാണ്. അവരാണ് നമുക്ക് ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റിയ 2 പേരായിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്വത്തവകാശമാണ്. നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ സ്വത്തിൽ നമുക്ക് ഇസ്ലാം കണക്കാക്കപ്പെട്ടുള്ള അളവനുസരിച്ച് നമുക്ക് ആ സ്വത്ത് നമുക്ക് നിർബന്ധമായി തരണം എന്നുള്ളത് ഇസ്ലാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇസ്ലാം അത് നിർബന്ധമാക്കിയ കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഒക്കെ റെഫറൻസ് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.